നമസ്കാരം. ജസ്റ്റിൻ ട്രൂഡോയുടെ കാനഡ ഇന്ന് ഖാലിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ വിളനിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അവഹേളിച്ചത്. സംഭവത്തിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കാം. സിഖ് തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് സുവർണക്ഷേത്രത്തെ മോചിപ്പിച്ച ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 40 വർഷമായിരിക്കുകയാണ്. ആ 40ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ സിഖ് തീവ്രവാദികളുടെ വിളയാട്ടം. അവർ ചെയ്തത് ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി അതിൽ വീണ്ടും വീണ്ടും നിറയൊഴിക്കുകയായിരുന്നു. കാനഡയിലെ വാൻകൂവറിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പുറത്താണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. കനേഡിയൻ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ ഖാലിസ്ഥാനികളുടെ മുന്നിൽ മുട്ടിലെഴയുന്ന ഒരവസ്ഥയിലാണിപ്പോൾ. അതിന് കാരണം വർദ്ധിച്ചു വരുന്ന ഖാലിസ്ഥാനികളുടെ എണ്ണവും അതിന് കീഴ്പ്പെടുന്ന വോട്ട് ബാങ്ക് പൊളിറ്റിക്സുമാണ്. കഴിഞ്ഞ വർഷവും കാനഡയിൽ ഇതിന് സമാനമായ ഒരു സംഭവം നടക്കുകയും അതിനെതിരെ ഇന്ത്യൻ ഗവൺമെന്റ് ശക്തമായി അപലപിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ കോൺഗ്രസ് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ കുറ്റകരമായ അനാസ്ഥ. ഒരു കോൺഗ്രസുകാരി കൂടിയായിരുന്ന മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇത്രയേറെ അവഹേളിച്ചിട്ടും ഒന്ന് അപലപിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഖാലിസ്ഥാൻവാദികളോട് എക്കാലത്തും ഒരു മൃദു സമീപനം തന്നെയാണ് കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത്. രാഷ്ട്രത്തിന്റെ പൊതുവായ കാര്യം വരുമ്പോഴെങ്കിലും രാഷ്ട്രീയം മറന്ന് എന്തെങ്കിലുമൊക്കെ പറയാനോ ചെയ്യാനോ കഴിയാത്തത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അപജയം തന്നെയാണ്. ഏതായാലും ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് ഇന്ത്യൻ വംശജനായ കനേഡിയൻ MP ചന്ദ്ര ആര്യ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയ മറ്റ് വംശജർക്കും മതസ്ഥർക്കും ഈ സിഖ് തീവ്രവാദികൾ ശരിക്കും ഒരു ഭീഷണി തന്നെയാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വാദം. ജസ്റ്റിൻ ട്രൂഡോ എന്ന ഈ ദുർബലന്റെ ഭരണത്തിന് കീഴിൽ കാനഡ ഇന്ന് ലോകത്തിലെ തന്നെ തീവ്രവാദികളുടെ അന്താരാഷ്ട്ര ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാനഡയിൽ ഇങ്ങനെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ S ജയശങ്കർ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സിഖ് വിഘടനവാദ പ്രവർത്തനങ്ങൾ കാനഡ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഇന്ത്യ താക്കീത് നൽകി.